മഴക്കാലത്ത് പോലും ഇത്രയും വെയിലും ചൂടുമുള്ള ഒരു അന്തരീക്ഷമാണ് എൻ്റെ വീടിന് ചുറ്റിലും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു അത്തിമരം നട്ടു. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും വലുതായി, ഒരു വർഷം കൊണ്ട് ഇത്രയും വലുതായി കഴിഞ്ഞു. അതിനെ ചുവട്ടിലേക്ക് നല്ല തണലുമായി കഴിഞ്ഞു. ഇതാ നോക്കൂ, നല്ല തണലായി കഴിഞ്ഞു. ഇത് നഴ്സറിയിൽ നിന്നും വാങ്ങി നട്ടതാണ്. ഈ വർഷത്തെ മഴ കഴിയുമ്പോഴേക്കും നമുക്കിത് വലുതായി കഴിയും. അപ്പോൾ ഒരു 2-3 വർഷമാകുമ്പോഴേക്കും അത്യാവശ്യം മുറ്റത്തേക്ക് പടർന്ന് പന്തലിച്ച ഒരു മരമായി വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തണലായി മുറ്റത്തേക്ക് നല്ല തണലായി കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ ശൂന്യമായ ഒരു പ്രദേശം, അപ്പോൾ മൊത്തം വെയിലുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീടിനടുത്ത് ചുറ്റിലും. അപ്പം ആ കാടൊക്കെ, അവിടെ കാണുന്ന മരങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളാണ്. അതൊന്നും തണലൊന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഈ മരം നടുക എന്നത് മാത്രമായിരുന്നു പോം വഴി. അങ്ങനെ നഴ്സറിയിൽ പോയി ഞങ്ങൾ ഈ തൈ വാങ്ങി വെച്ചു. അപ്പോൾ ഓർക്കേണ്ടത്, 1 വർഷം പ്രായമുള്ള തൈയാണിത്. ഇപ്പോൾ 1 വർഷം കൊണ്ട് ഇത്രയും വലുതായിട്ടുണ്ടെങ്കിൽ 2-3 വർഷം കൊണ്ട് അതൊരു നല്ല മരമായി മാറാനാണ് സാധ്യത. അപ്പോൾ ആവശ്യത്തിനുള്ള നനയും വളവും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയതാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇവിടെ എനിക്ക് വെള്ളം അത്ര ലഭ്യത അല്ലാത്തത് കൊണ്ട് നനയ്ക്കാനൊന്നും കഴിഞ്ഞില്ല വേനൽക്കാലത്ത്. അപ്പോൾ ഈ മഴ വന്ന ശേഷം വീണ്ടും നല്ല പോലെ തളർത്ത് വന്നു. ഇത് വലിയ ഇല, നല്ല വലിപ്പമുള്ള ഇലയാണ്. ഒരുപാട് വലിപ്പമുള്ള ഇലയാണ്. അപ്പോൾ ഇതിലും വലിയതാവും. പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും നല്ല വലിപ്പമുള്ള ഒരു കുട വിരിച്ച് വെച്ചതുപോലൊരു അവസ്ഥയായി വരും. അപ്പോൾ ഇതിന് ചുവട്ടിലുള്ള ചെടികളൊക്കെ പിന്നെ തണൽ കൊണ്ട് പോകാൻ തുടങ്ങി. ആ കവുങ്ങൊക്കെ അതിൻ്റെ ഉള്ളിലേക്കായിപ്പോയി. കവുങ്ങിനൊക്കെ 2 വയസ്സ് കഴിഞ്ഞു, പക്ഷെ അത് അതിനുള്ളിലേക്ക് ആയിപ്പോയി. അപ്പോൾ അത്രയും പെട്ടെന്നാണ് ഈ അത്തിമരത്തിൻ്റെ വളർച്ച. 2 ശാഖകളുണ്ട്. ഇവിടെയാണ് വെച്ചത്. അത് 2 ശാഖകളായിട്ട് പോയി. ഇപ്പോൾ 2 മരം ഒരേ സ്പോട്ടിലുള്ളതുപോലെ തോന്നും. നല്ല തണൽ, നല്ല അന്തരീക്ഷം. ഇതിനെ ഇലയ്ക്ക് നല്ലൊരു പച്ച മണം പോലെ, ഒരു വയൽവയർ പത്തൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നും. ഈ മരത്തിൽ നിറയെ കായകളുണ്ടാവും, ചെറിയ ചെറിയ കായകളുണ്ടാവും. അത് ഭക്ഷിക്കാമെന്ന് പറയുന്നു. പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അത്തിമരം എന്ന് സെർച്ച് ചെയ്താൽ അത്തിമരവും അതിന്മേലുള്ള നിറയെ കായകളും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇളം കായകൾ തോരൻ വയ്ക്കാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു വീട്ടിലുണ്ട് വലിയ മരം. അപ്പോൾ അവിടെ പടർന്ന് പന്തലിച്ച് ഒരു ആൽമരം കണക്കെ തണൽ തരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളും ഇത് ഇവിടെ വാങ്ങി വെച്ചത്. അപ്പോൾ വേനൽക്കാലത്തേക്ക് നല്ലൊരു സംരക്ഷണം തന്നെയാണ് ഈ അത്തിമരം. നിങ്ങൾക്ക് വീട്ടിൽ ചോല വേണം, അതായത് തണൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ അത്തിമരം തന്നെയാണ്. പിന്നീട് മറ്റ് മാവ് വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. ആ മാവ് വളരുമ്പോഴേക്കും ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ശാഖകൾ വെട്ടി ഒതുക്കി കൊടുക്കാവുന്നതാണല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് ഈ അത്തിമരം ഒരു സംരക്ഷണം തന്നെയാണ്. അപ്പോൾ അത്തിമരം കൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്നു, ഇത്രയും വലുതായി 1 വർഷം കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി നല്ലൊരു തണലും സംരക്ഷണവും ഒക്കെ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും വാങ്ങി വെച്ച് വീടിനെ മുറ്റത്തെയൊക്കെ സംരക്ഷിക്കുക. അതിൽ കൂടുതലായിട്ട് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ചൂടിൽ നിന്നും രക്ഷപ്പെടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത്തിമരം കയ്യിലില്ലാത്തവർ
ഇത് വളർത്താൻ വേണ്ട സൗകര്യം വേണം, വിശാലമായ സ്ഥലം വേണം. അല്ലാതെ ഉള്ളവർക്ക് ഇത് അത്ര ശരിയാവുന്നതല്ല. കാരണം അത്രയും വലിയ തോതിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു മരമാണ് മുകളിലേക്ക് കൂടുതൽ ശാഖകൾ വന്ന് ഒരുപാട് വലുപ്പത്തിൽ ഇങ്ങ് പടരും. മുകളിൽ താഴെ ഒറ്റത്തടിയൊക്കെയാണ് ഉണ്ടാവുക. അത് ഒറ്റത്തടിയാക്കി വച്ചാൽ മതി. ശാഖകൾ ഉണ്ടാവും, പക്ഷെ നമ്മളതൊക്കെ വെട്ടി കൊതി ഒതുക്കി ഒറ്റത്തടിയാക്കി വെച്ചാൽ നല്ല കുട വെച്ചതുപോലെ ഒറ്റക്കാലിൽ വലിയൊരു തണൽ അങ്ങനെ ഉണ്ടായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും കമൻറ്റും തരണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.